ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗ്യാസ് കത്തിക്കാൻ പോലും ശരിക്കറിയാത്തവന് എല്ലാം പഠിക്കട്ടെ. മേലെ നിങ്ങാതിരുന്ന് വെട്ടി വിഴുങ്ങി കുഴി മടിയനായി പോയി. അതിനൊക്കെ ഒരു മാറ്റം വേണമല്ലോ. എന്തായാലും ഈ വീടൊരു സുഖവാസ കേന്ദ്രമാക്കാന്ന് അമ്മയും മോനും വിചാരിക്കേ വേണ്ട. ആദ്യം കുറച്ച് നീരസമൊക്കെ കാട്ടിന്നിരിക്കും. അതവക്ക് ജന്മനുള്ള സ്വഭാവ. അമ്മ അതൊന്നും കണ്ടില്ലെന്നടിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അമ്മയും മോനും കൂടെ ഇവിടെ പഴംപുരാണം പറഞ്ഞിരിക്കാണോ? അതൊന്നും ശരിയാവില്ല. മനോജെ, എനിക്ക് അടുക്കള പണിയൊന്നും വശമില്ലെന്ന് നിനക്കറിയാലോ. അതിനൊരു പരിഹാരം ഉണ്ടാവണം. ഇത്രയൊക്കെ ചെയ്ത നിന്റെ അച്ഛന് ഒരു വീട്ടുവേലക്കാരി കൂടി ഏർപ്പാടാക്കായിരുന്നു. ഓ പിന്നെ, ഇനി വീട്ടുവേലക്കാരിയും കൂടി ഏർപ്പാടാക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. മനോജെ, അച്ഛനമ്മമാരെ പിഴിയുന്ന കാര്യത്തിലേ നീ PhD എടുത്തവനാണെന്ന് എനിക്കറിയാം. അതൊന്നുമേ കരുണാകരക്കുറുപ്പിന്റെ അടുത്ത് ചെലവാവില്ല. ഇവിടെ അമ്മ വെറുതെ ഇരിക്കുവല്ലേ, അടുക്കളപ്പണി അമ്മ ചെയ്യട്ടെ. അത് ശരിയാവില്ല. അമ്മയുടെ ആരോഗ്യസ്ഥിതി ശരിയാവില്ല. ഇടയ്ക്കിടെ അമ്മയ്ക്ക് നെഞ്ചുവേദന വരാറുണ്ടെന്ന് അറിയാലോ. പൂർണ്ണമായ റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റ് എടുത്തോട്ടെ. അടുക്കളപ്പണി നീ അങ്ങ് ചെയ്താ മതി. ഞാനോ? ആ, ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ മകൻ, രണ്ടില് ആരെങ്കിലും ഒരാൾ അടുക്കളപ്പണി നോക്കിയിരിക്കണം. മോളെ, പണി ഞാൻ ചെയ്തോളാം. ഹേയ് വേണ്ട, അമ്മ അവിടെ നിന്ന് വിശ്രമിച്ചാ മതി. അടുക്കളപ്പണിയിലും മനോജ് ഒരു കൈ നോക്കട്ടെ. മോളെ, ഗ്യാസ് കത്തിക്കാൻ പോലും ശരിക്കറിയാത്തവന് എല്ലാം പഠിക്കട്ടെ. മേലെ നിങ്ങാതിരുന്ന് വെട്ടി വിഴുങ്ങി കുഴി മടിയനായി പോയി. അതിനൊക്കെ ഒരു മാറ്റം വേണമല്ലോ. എന്തായാലും ഈ വീടൊരു സുഖവാസ കേന്ദ്രമാക്കാന്ന് അമ്മയും മോനും വിചാരിക്കേ വേണ്ട. ഹരിതേ, നീ എന്താ ഇങ്ങനെ? അടുക്കളയിൽ ബൈക്ക് ഓടിക്കാൻ പോവാണോ? അതമ്മേ, ഞാനേ സാമ്പാർ ഉണ്ടാക്കുമായിരുന്നു. നല്ല പാലക്കാടൻ സാമ്പാർ. നിനക്കതിന് സാമ്പാർ ഉണ്ടാക്കാൻ അറിയോ? അത് ഞാൻ കുക്കിംഗ് വ്ലോഗ് കണ്ടുപിടിച്ചു. നീ ഇങ്ങോട്ട് മാറ്. അയ്യോ, അപ്പൊ അമ്മ എന്റെ സാമ്പാർ. മതി മതി, നീ ഇങ്ങോട്ട് മാറ്. അവനവന് അറിയാവുന്ന ജോലി ചെയ്താ മതി. എടി, ഇങ്ങോട്ട് മാറാൻ. അമ്മ ഇനി ആ പൊടി ഇടണ്ടേ? എടാ, ഇത് തൊണ്ടേ കുരുങ്ങി ചാവുമല്ലോ. അതെ, കഴിക്കാൻ എടുക്കുമ്പോഴേ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കുത്തി കുത്തി കഴിച്ചാ മതി. നീ പോടാ. അയ്യോ, അതെ അമ്മ, സാമ്പാർ. ഇവന്റെ ഒരു കാര്യം. വാ, നമുക്ക് പോയാലോ? വാ. ടന, ടന, ടന.
അച്ഛാ ഭക്ഷണം കഴിക്കണ്ടേ? വാ. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല മോളെ. ഇപ്പോഴൊന്നും വേണ്ട, പിന്നെ എന്ന് കഴിച്ചോളാം. പറഞ്ഞാ പറ്റില്ല. സമയത്ത് ആഹാരം കഴിക്കണം. അത് കഴിഞ്ഞ് ഗുളികയൊക്കെ കഴിക്കാനുള്ളതാ. അത് മറക്കണ്ട. അല്ല മോളെ. അച്ഛൻ വന്നേ. ഏ? വാ. ഓ, വേണ്ട മോളെ. അച്ഛൻ ഇരിക്കെ. ഇരിക്കെ. അച്ഛൻ കഴിക്ക്. ചന്ദ്രു, നല്ല കടുപ്പത്തിലൊരു ചായ എടുത്തേ. അച്ഛൻ ആരോടെ ഈ ചായ ആവശ്യപ്പെടുന്നത്? ചന്ദ്രുവിനോട്. അമ്മ മനോജിന്റെ വീട്ടിൽ പോയിരിക്കല്ലേ? ഓ, ഞാനതങ്ങ് മറന്നതാ. എന്താന്നറിയില്ല മോളെ, ചന്ദ്രു പോയ ശേഷം എനിക്കെന്തോ ഒരു ഓർമ്മക്കുറവ് പോലെ. അത് അച്ഛന് വെറുതെ തോന്നുന്നതാ. അല്ല, അച്ഛനൊന്നും കഴിച്ചില്ലല്ലോ? ഓ, വിശപ്പ് തീരെയില്ല. അതും അച്ഛന് തോന്നുന്നതാ. ചായക്ക് സമയാകുമ്പോ ചായ ഞാൻ മുറിയിൽ എത്തിച്ചേരാം. അച്ഛനിപ്പോ ഭക്ഷണം കഴിക്ക്. ആ. ചന്ദ്രു, കൈ തുടയ്ക്കാൻ ടവൽ എവിടെ? ഓ, ആരായി ടവൽ എടുത്ത് മാറ്റുന്നത്? ഓ, മറന്നു. എന്റെ ചന്ദ്രു മനോജന്റെ വീട്ടിൽ പോയിരിക്കുകയല്ലേ. എന്നെയും ചന്ദ്രുവിനെയും മക്കളെ രണ്ടായിട്ട് പകുത്തെടുത്തില്ലേ. പാവം, ഒരു ജന്മം മുഴുവൻ എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചോളാ ചന്ദ്രു. ഒരിക്കലും പിരിയില്ലെന്നും മരണത്തിന് മാത്രമേ നമ്മളെ പിരിക്കാൻ കഴിയുള്ളൂ എന്നും അവൾ അന്ന് പറഞ്ഞതാ. ഒക്കെ വെറുതെ ആയില്ലേ. നൊന്ത് പെറ്റ മക്കള് അവര് തന്നെ നമ്മളെ രണ്ടാക്കി. മാനത്തെ കൊട്ടാര